നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒരു രഹസ്യ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി പോയിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ എന്താണ് സംഭവിക്കുക? മൊബൈൽ അമിതമായിട്ട് ചൂടാകാൻ തുടങ്ങും. അതുപോലെ തന്നെ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരും, മൊബൈൽ ഹാങ് ആകും. അങ്ങനെ മൊബൈലിൽ മൊത്തത്തിൽ പ്രശ്നങ്ങൾ വരുത്തി വെക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ കാരണമാകും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? പ്രത്യക്ഷത്തിൽ ഇത് കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ ആപ്പ് നെയിമോ ഐക്കണോ ഉണ്ടാകുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെ ഇതെങ്ങനെ അതിൻ്റേതായ രൂപത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതുമാത്രമല്ല, ഇതൊക്കെ നമ്മുടെ അനുമതിയില്ലാതെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആയി പോയതായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ മൊബൈലിൻ്റെ അകത്ത് എന്താണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസിനും പേരും ഐക്കണും ഉണ്ടാകും. ഓക്കെ, ഇതുപോലെ നമുക്ക് പേരും ഐക്കണും കാണാൻ സാധിക്കും. എന്നാൽ പേരും ഐക്കണും ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ എവിടെയും നോക്കിയാൽ കാണാനും സാധിക്കില്ല. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും പേരും ഐക്കണും ഇല്ലാത്ത ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. അത് വളരെയധികം അപകടകാരിയാണ്. ഓക്കെ, ആ ആപ്ലിക്കേഷൻ നമ്മളിപ്പം വേറൊരു ആപ്ലിക്കേഷൻ ഇതുപോലെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ അതിൻ്റെ പേരും ഉണ്ട്, ഐക്കണും ഉണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ നേരത്തെ കാണിച്ച ആ ആപ്ലിക്കേഷൻ ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരോ ഐക്കണോ മുകളിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ ഡാറ്റ ആദ്യം ക്ലിയർ ചെയ്യണം, എന്നിട്ട് മാത്രമേ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാവൂ. ഓക്കെ, ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് എത്രയാണ്, അത് ടോട്ടൽ സൈസ് എത്രയാണ് എന്ന്. കാരണം അതിൻ്റെ ഡാറ്റകളൊക്കെ നമ്മുടെ മൊബൈലിൽ സ്റ്റോർഡ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫോഴ്സ് സ്റ്റോപ്പ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് സ്റ്റോറേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിയർ കേച്ച് കൊടുക്കുക. ക്ലിയർ ഡാറ്റ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ സൈസും ടോട്ടൽ സൈസും ഒരേപോലെ ആയിരിക്കും. എന്നിട്ട് ഒരു സ്റ്റെപ്പ് ബാക്ക് വരിക. എന്നിട്ട് അൺഇൻസ്റ്റാൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ആ പേരും ഐക്കണും ഇല്ലാത്ത ആപ്ലിക്കേഷൻ ഇതുപോലെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ അറിയാതെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആകാൻ വേണ്ടിയിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ ഇൻസ്റ്റാൾ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇൻസ്റ്റാ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാം. ഇവിടെ ക്രോം എന്ന ഭാഗം എനബിൾ ആണെങ്കിൽ അവിടെ നിങ്ങൾ ഡിസബിൾ ചെയ്ത് കൊടുക്കുക. കാരണം ക്രോമിലൂടെയാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ അറിയാതെ പല വെബ്സൈറ്റിൽ നിന്നും ഇൻസ്റ്റാൾ ആകുന്നത്. ചില മൊബൈലിൽ ഞാനിപ്പോൾ ഈ ഒരു മൊബൈൽ കാണിച്ചു തരാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയും ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാളേഷൻ സോഴ്സസ് എന്ന ഭാഗമാണ് കാണാൻ സാധിക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻസ് ഇവിടെയും ലഭ്യമാണ്. ഇതിലും നിങ്ങൾ ക്രോം എന്ന ഭാഗം ഓണിലാണെങ്കിൽ അത് ഡിസബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്രോമിൽ ഏതെങ്കിലും വെബ്സൈറ്റിലൂടെ ഇതുപോലെ നമ്മൾ അറിയാതെ പല ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ ഒരു സെറ്റിംഗ്സിലൂടെ നമുക്ക് തടയാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിലും ഞാൻ ഈ കാണിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ കാണിച്ച പ്രകാരം തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റിംഗ്സും നിങ്ങൾ ചെയ്തു വെക്കുക. ഓക്കെ, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എന്ത് തന്നെയായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.